കൂട്ടുകാർക്ക് എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മത്തി അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള അതിൻ്റെ റെസിപ്പി കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 സ്പൂണോളം ഉലുവ പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ അവിയലിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ ഒരു കുടംപുളിയുടെ പകുതി അത് 4 ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി വെള്ളത്തിൽ കുതിർത്ത് ആ വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾക്കനുസരിച്ച് ചേരുവകളിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം, ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അതപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തു, എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുത്ത പ്രധാന ഐറ്റം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കിലോയിൽ താഴെ മത്തി, ഞങ്ങളിവിടെ ചാള എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ചാള വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ മത്തിയാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ആ ചാറിലേക്ക് ഇതെല്ലാം മുക്കി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇതും ഉണ്ടാക്കാത്തവർ ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇതുപോലെയുള്ള ഈ ഒരു ഐറ്റം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഞങ്ങൾ കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ ചാള ചേർത്തു, അതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിള വന്നപ്പോൾ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അടുത്ത കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അടുത്ത കഷ്ണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ഏത്തക്ക എടുത്തിട്ടുണ്ട്. ആ ഏത്തക്ക തൊലിയോടെ അവിയലിന് സാധാരണ നമ്മൾ അവിയലിന് അരിയുന്ന പോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ടിരുന്നതാണ്. അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. കനം കുറച്ച് നീളത്തിൽ ഒരു 2 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക. തൊലി ഉൾപ്പെടെ അരിഞ്ഞെടുക്കണം. അതിന് ശേഷം ഞാൻ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം അത്രയുണ്ടോ ആ ചേന എടുത്തിട്ടുണ്ട്. ആ ചേനയും ഇതേപോലെ തന്നെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് അതും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഈ 2 ഐറ്റമാണ് ഈ അവിയലിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ചേനയും കായും. ഇനി നമുക്കിതൊന്ന് ഒതുക്കി വെച്ച് മൂടി കൊണ്ടൊന്ന് മൂടി വേവാൻ വയ്ക്കാം. അപ്പോൾ ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ എപ്പോഴും തീ സിമ്മിലിടാൻ നോക്കണം. വിറകടുപ്പിലാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. പിന്നെ ഇനി അടുത്തത് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ വേപ്പില, പിന്നെ ചേർക്കുന്നത് അല്പം കുരുമുളക് പൊടി. അത് അരച്ച് മാറ്റി വയ്ക്കാം. അരയ്ക്കണ്ട, ഒതുക്കിയാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഈ മത്തിയിൽ ചേർത്ത് കൊടുത്ത കഷ്ണങ്ങൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നുകൂടി മൂടി വയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ മീൻ ഉടഞ്ഞു പോവുമെന്ന് വിചാരിച്ച് ഇളക്കാതിരിക്കണ്ട, ഇളക്കി യോജിപ്പിക്കണം. യോജിപ്പിച്ച് മീൻ കുഴഞ്ഞു പോയാലും കുഴപ്പമില്ല, അവിയലല്ലേ. ഇപ്പോൾ അത് നന്നായിട്ട് ആവി കയറി കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ച തേങ്ങയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളിപ്പോൾ എല്ലാം അരപ്പ് ഒതുക്കിയതെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഒരു വാഴയില കീറുകൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക രുചി കിട്ടും. അപ്പോൾ നമ്മൾ വാഴയില കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ മീതെ ഒരു മൂടി കൊണ്ട് മൂടി വെച്ചു. അതൊരു 5-6 മിനിറ്റ് അങ്ങനെ ചെറുതീയിലിരുന്ന് വെന്തതിന് ശേഷം ഇപ്പോൾ ഇതാണ് അവസ്ഥ. അരപ്പും അതുപോലെ തന്നെ കഷ്ണങ്ങളും മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാവകാശം ഇളക്കി യോജിപ്പിക്കാം.
ഇപ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റെല്ലാം ഈ കഷ്ണങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ രുചിയും അതുപോലെ തന്നെ കുടംപുളിയുടെ സ്വാദും ഉലുവയുടെ സ്വാദും എല്ലാം കൂടി വരുമ്പോൾ നല്ല ഗന്ധമാണ്, കൊതിപ്പിക്കുന്ന ഗന്ധമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, തീർച്ചയായും ഇഷ്ടപ്പെടും. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു അവിയൽ ഇഷ്ടപ്പെടും. അപ്പോൾ പച്ചക്കറിയും നമ്മുടെ ഉള്ളിൽ ചെല്ലും. പിന്നെ രുചിക്ക് വേണമെങ്കിൽ മത്തി ചേർത്തുകൊണ്ട് രുചിയും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രോട്ടോക്കോളൊന്നും തെറ്റിക്കുന്നില്ല. അവിയലിന് അവസാനം ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വേപ്പിലയും പിന്നെ ഒഴിച്ചുകൂടാനാവാത്ത പച്ച വെളിച്ചെണ്ണയും ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. വീണ്ടും എടുത്ത് വെച്ച വാഴയില തന്നെ വെച്ച് ഒന്ന് മൂടി വയ്ക്കുകയാണ്, ഒന്ന് പാത്രഭാഗം വരാൻ. ഇത് നമ്മുടെ മത്തി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറെ വിഭവത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.